ഹലോ ഓൾ, ജെഇ എഴുതുന്ന ഒരുപാട് കുട്ടികൾ എഴുതുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള എക്സാമാണ് നമ്മുടെ VIT ട്രിപ്പിൾ എന്ന് പറയുന്ന എക്സാം. പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ ഒന്ന് VIT തന്നെയാണ് നമുക്ക് പറയാം. വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ ഓൾറെഡി എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ 4 ക്യാമ്പസുകളാണ് ഇവർക്കുള്ളത്. VIT വെല്ലൂർ, VIT ചെന്നൈ, എന്നാൽ റിലേറ്റീവ്ലി കുറച്ചുകൂടെ പുതിയതായിട്ടുള്ള VIT ഭോപ്പാൽ, അമരാവതി ഒക്കെയാണ് കുറച്ചുകൂടെ പുതിയ ക്യാമ്പസുകൾ. ഇനി നമുക്ക് NIRF റാങ്കിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ VITയുടെ യൂണിവേഴ്സിറ്റി വൈസ് റാങ്കിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 14ാമത്തെ റാങ്കും, എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ലിസ്റ്റിൽ നമുക്ക് 16ാമത്തെ റാങ്കിൽ കാണാം. അതുപോലെ ഓവറോൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ റാങ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 21ാമത്തെ പൊസിഷനിലും VITനെ കാണാം. അപ്പോൾ ഇന്ത്യയുടെ ടോപ്പ് സ്ഥാപനങ്ങളിൽ ഒന്ന് തന്നെയാണെന്നുള്ളത് ഡെഫിനറ്റ്ലി നമുക്ക് പറയാം. ആൻഡ് ഓൾസോ ജെഇ നമ്മുടെ NITസും IITസും ഒക്കെ കഴിഞ്ഞാൽ പ്രോബബ്ലി ഒരുപാട് ആളുകൾ ഓപ്റ്റ് ചെയ്യുന്ന, ഒരുപാട് കുട്ടികൾ ചൂസ് ചെയ്യുന്ന ഒരു കോളേജും കൂടിയാണ് VIT എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ പ്ലേസ്മെന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് പാക്കേജ് വന്നിട്ടുള്ളത് 1 crore per annum ആണ്. എന്നാൽ ആവറേജിലേക്ക് നോക്കുന്ന സമയത്ത് 9.9 LPA ആണ് ആവറേജ് പാക്കേജ് ആയിട്ട് വന്നിട്ടുള്ളത്. റിക്രൂട്ടേഴ്സ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള പോലെ തന്നെ ആമസോൺ, പേപ്പാൽ, ഡെലോയിറ്റ്, ഇൻഫോസിസ് ഒക്കെ പോലുള്ള ഇന്ത്യയിൽ പല സിറ്റീസിലും എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല നല്ല കമ്പനികൾ വന്നിട്ട് അവിടെ ജോബ് ഓഫർ ചെയ്യാറുണ്ട്. ആൻഡ് ഇവിടെ പഠിക്കാൻ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഫീസ് ഉണ്ട്. ആ ഫീസിലെ സ്കോളർഷിപ്പുകൾ കിട്ടുന്നത് ആദ്യത്തെ 50 റാങ്കിൽ വരുന്ന കുട്ടികൾക്ക് 75 മുതൽ 100% വരെ ട്യൂഷൻ ഫീയുടെ വേവർ കിട്ടാൻ സാധ്യതയുണ്ട്, കിട്ടുമെന്ന് തന്നെയാണ് പറയുന്നത്. 51 മുതൽ 1000 വരെ റാങ്കിൽ വന്ന കുട്ടികൾക്ക് പാർഷ്യൽ ആയിട്ടുള്ള സ്കോളർഷിപ്പുകളും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ബെറ്റർ സ്കോർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ ഫീസിൽ തന്നെ നമുക്ക് VITയിൽ പഠിക്കാം. നല്ല കോളേജാണ്, നല്ല ഫെസിലിറ്റീസ് ആണ്. എസ്പെഷ്യലി അവരുടെ വെല്ലൂർ ക്യാമ്പസ്, അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അവർ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആനുവൽ ഫീസിന്റെ റേഞ്ച് 1.9 മുതൽ 2.5 lakh വരെ എത്താം. ഏകദേശം IITയിലെ സെയിം ഫീസാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ IITയിൽ അതേ ഫീസ് തന്നെയാണ് VITയിലുള്ളത്. ഇതിൽ നല്ലൊരു പെർസെൻറ്റേജ് സ്കോളർഷിപ്പ് നേടിയെടുക്കാൻ ഈ എക്സാമിലെ റാങ്കിലൂടെ നമുക്ക് സാധിക്കും. ഒരു 1000-ന്റെ ഉള്ളിലെങ്കിലും എത്തിയാൽ മാത്രമേ നമുക്ക് പാർഷ്യലി ഉള്ള സ്കോളർഷിപ്പുകളെങ്കിലും കിട്ടുകയുള്ളൂ. രജിസ്ട്രേഷൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ മാർച്ച് 31 വരെ സമയമുണ്ട്, ഇഷ്ടംപോലെ സമയമൊക്കെ ഉണ്ട്. എക്സാം ഡേറ്റ് വരുന്നത് 28 ഏപ്രിൽ മുതൽ മെയ് 3 വരെ ഒരുപാട് ഡിഫറെൻറ്റ് ഷിഫ്റ്റുകളിലായിട്ടാണ് എക്സാം നടക്കുക. റിസൾട്ട് 2nd week of മെയ് 2ാമത്തെ ആഴ്ചയിലായിരിക്കും VITയുടെ റിസൾട്ട് വരിക. നമ്മുടെ ജെഇയുടെ റിസൾട്ട് ഏപ്രിലിൽ തന്നെ വരും. അപ്പോൾ ഏപ്രിലൊക്കെ കഴിഞ്ഞിട്ട് മെയിലാണ് VITയുടെ റിസൾട്ട് വരിക. അപ്പോൾ നമുക്ക് ആ ഡിസിഷൻ എടുക്കാൻ എളുപ്പമാണ്. ജെഇയിൽ എന്തൊക്കെ കിട്ടും കിട്ടില്ല എന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കി കഴിഞ്ഞാൽ VITയിലൊക്കെ പോകേണ്ടതെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെയ് 2nd വീക്കിൽ ഡിസൈഡ് ചെയ്യാൻ പറ്റും. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇന്ത്യൻസ്, അതുപോലെ NRIs, PIO, പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ, ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ഒക്കെ എന്താണ് എലിജിബിൾ ആണ്. ഷുഡ് ബി ബോൺ ഓൺ ഓർ ആഫ്റ്റർ ജൂലൈ 2004 ഫസ്റ്റിന് ശേഷം ജനിച്ച ആളുകളായിരിക്കണം. 12th ഒരു റെക്കഗ്നൈസ്ഡ് ബോർഡിൽ നിന്ന് നിങ്ങൾ കംപ്ലീറ്റ് ആക്കണം. അപ്പിയറിംഗ് ഇൻ 2026. ഓക്കെ, 12th ഫ്രം റെക്കഗ്നൈസ്ഡ് ബോർഡ്, അപ്പിയറിംഗ് ഇൻ 2026 ആയിരിക്കണം. ടോട്ടൽ 60% പ്ലസ് മാർക്ക് നിങ്ങൾക്ക് PCMലോ PCBയിലോ ഉണ്ടായിരിക്കണം. ഇൻഡിവിജ്വലി 50% പ്ലസ് മാർക്ക് റിക്വയർഡ് ഇൻ മാത്സ് ഓർ ബയോ. അപ്പോൾ ചില കോഴ്സുകൾക്ക് ബയോ ആണ് അവിടെ നോക്കുക, ബാക്കി എല്ലാത്തിനും PCM ആണ്. ഇനി ഇൻഡിവിജ്വലി മാത്സിൽ എന്തായാലും 50% ഉണ്ടായിരിക്കണം. ആൻഡ് ഓവറോൾ ഈ 3 സബ്ജക്റ്റും കൂടെ നോക്കുന്ന സമയത്ത് 60% മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കണ്ടീഷൻ. എക്സാം പാറ്റേൺ 2.5 മണിക്കൂറിന്റെ പരീക്ഷ, ഫുൾ MCQ ടൈപ്പാണ്. അതിൽ 5 സെക്ഷൻസ് ഉണ്ടാകും. ജെഇയിൽ നിന്നുള്ള വ്യത്യാസം എവിടെയാണ് വരുന്നത്, 35 ക്വസ്റ്റ്യൻസ് ഫിസിക്സ്, 35 കെമിസ്ട്രി, 5 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ്, 10 ആപ്റ്റിറ്റ്യൂഡ്, നമ്മുടെ പഴയ മെന്റൽ എബിലിറ്റിയുടെ അപ്ഡേറ്റഡ് വേർഷൻ അല്ലെങ്കിൽ അപ്ഗ്രേഡഡ് വേർഷനാണ് ആപ്റ്റിറ്റ്യൂഡ്. പിന്നെ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ബയോളജി 40 ക്വസ്റ്റ്യൻസ്. ഇതാണ് എക്സാമിൻ്റെ പാറ്റേൺ. അപ്പോൾ ടോട്ടലി നമ്മൾ നോക്കുകയാണെങ്കിൽ 85 + 40 125 ക്വസ്റ്റ്യൻസ് ആണ്. 125 ചോദ്യത്തിന് എത്ര സമയം നമ്മുടെ കയ്യിലുണ്ട്, 150 മിനിറ്റ് ആണല്ലോ. അപ്പോൾ ഏകദേശം 1 മിനിറ്റും ജസ്റ്റ് അബവ് 1 മിനിറ്റ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ എക്സാമിനുള്ളൂ. അപ്പോൾ അത്യാവശ്യം ഒരു കീം ലെവലുള്ള എക്സാം നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. ഭയങ്കര ടഫായിട്ടുള്ള എക്സാം ഒന്നും ആയിരിക്കില്ല. 125 ക്വസ്റ്റ്യൻ 150 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഒരു 1 മിനിറ്റ് കൊണ്ട് 1 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ചോദ്യങ്ങളായിരിക്കും മിക്കവാറും ഉണ്ടായിരിക്കുക. ന്യൂ ചേഞ്ച് ഇൻ ദ മാർക്കിംഗ് സ്കീം എന്താണ്, നെഗറ്റീവ് മാർക്കിംഗ് ഇൻട്രൊഡ്യൂസ്. കഴിഞ്ഞ വർഷം ഞാൻ ഇതിന് വീഡിയോ ചെയ്ത് ഓർക്കുന്നുണ്ട്, അന്ന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്ത ഒരു എക്സാം ആയിരുന്നത്. പക്ഷേ ഇത്തവണ നെഗറ്റീവ് മാർക്കിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. +4ഉം -1ഉം 0യും. അപ്പോൾ വെറുതെ കറക്കി കുത്താൻ വേണ്ടിയിട്ട് VIT എഴുതാൻ പോകണ്ട, അത്യാവശ്യം പഠിച്ചിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ പോകുക. +1 +2ൻ്റെ നമ്മുടെ NCERT ബേസ്ഡ് ആയിട്ടുള്ള ജെഇക്കൊക്കെ പഠിക്കുന്ന എന്താണ് സിലബസ് തന്നെയാണ്. സോ വെബ്സൈറ്റിൽ പോവുക. ആപ്ലിക്കേഷൻ ഫീ 1350 രൂപയാണ്. VIT.vit.ac.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആക്കാവുന്നതാണ്. മാർച്ച് വരെ സമയമുണ്ട്. എന്തായാലും അപ്ലൈ ചെയ്തിടുക. ജെഇയും കീമൊക്കെ എഴുതാൻ ഉദ്ദേശിക്കുന്ന, കുസാറ്റൊക്കെ എഴുതുന്ന കുട്ടികൾ VITയുടെ എക്സാമും കൂടെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്തിടുക. നല്ലതായിരിക്കും. ഒരു എക്സാം നമുക്കൊരു ബാക്കപ്പ് ഓപ്ഷൻ പോലെ ഉള്ളത് എപ്പോഴും എന്താണ് നല്ലതാണ്. അപ്പോൾ ഇത്രയാണ് VITയുടെ ഡീറ്റെയിൽസ്. ബാക്കി സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ചോദിക്കുക. ആൻഡ് VITയുടെ ലിങ്ക് നിങ്ങൾക്ക് സ്ക്രീനിൽ ഒന്നുകൂടെ കാണാം. അപ്ലൈ ചെയ്യാം.
ഓക്കെ. ആൻഡ് എക്സ് ആൻഡ് വൈൻ്റെ JEE സ്പ്രിന്റ് ടെസ്റ്റ് സീരീസ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്തു ഓൾറെഡി. താല്പര്യമുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാം. അഡ്വാൻസ്ഡ് എക്സാം തീരുന്നവരെയുള്ള എക്സാമിനേഷൻസ് അതിൽ ഷെഡ്യൂൾഡ് ആണ്. അപ്പോൾ അതിൽ അത്യാവശ്യം 24 എക്സാം JEE മെയിനും 10 എക്സാമിനേഷൻസ് അഡ്വാൻസ്ഡിനും വേണ്ടിയിട്ട് അതിൽ ഫുള്ളി ഷെഡ്യൂൾഡ് ആണ്. 34 എക്സാമുകൾ നിങ്ങൾക്ക് ആ ടെസ്റ്റ് സീരീസിൻ്റെ ഭാഗമായിട്ട് എഴുതാൻ സാധിക്കും. കൂടാതെ അഡാപ്റ്റീവായിട്ട് എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം. കസ്റ്റമൈസ്ഡ് ആയിട്ട് സ്വന്തം എക്സാമുകൾ എത്ര വേണമെന്നുണ്ടെങ്കിലും ക്രിയേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ബാക്കിയുള്ള എക്സാമുകളുടെ എല്ലാ അപ്ഡേറ്റുകൾ ഇതുപോലെ വരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി JEE ആസ്പിറൻസിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.